ഇൻട്രൊഡക്ഷൻ ടു സോക്ക് ആൻഡ് സിം. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിമ്മിനെ സോക്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ എടുത്ത് പഠിക്കാം. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഹൂ സ്റ്റാൻഡ് ആസ് എ ഇന്ത്യ ഷീൽഡ് എഗെയിൻസ്റ്റ് അഡ്വേഴ്സറി. അഡ്വേഴ്സറീസിന് എതിരായിക്കൊണ്ട് ഇന്ത്യയുടെ ഒരു ഷീൽഡായിട്ട് നിൽക്കുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ മിലിറ്ററിയാണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ നോക്കാം. മിലിറ്ററി വാർ എടുത്ത് നോക്കാം. മിലിറ്ററി വാർ വരുന്ന നേരത്ത് മിലിറ്ററി ടീംസ് ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ ആർമി വരും, അതുപോലെ തന്നെ എയർഫോഴ്സ് വരും, അതുപോലെ തന്നെ ഇന്ത്യൻ നേവി വരും. അതുപോലെ തന്നെ ഇനി അവരുടെ വെപ്പൺസ് എടുത്ത് നോക്കുന്ന നേരത്ത് ഈ ഒരു ഇന്ത്യൻ ആർമിക്ക് എന്തായിരിക്കും ഉണ്ടാവുക? ഇവരുടെ ഗൺസും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെപ്പൺസ് എന്ന് പറയുന്നത് ഈ ഒരു ജെറ്റ്സും ഫ്ലൈയിങ് ജെറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി നമ്മുടെ ഇന്ത്യൻ നേവിയിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് ബാറ്റിൽ ഷിപ്പും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒഴിച്ച് നിർത്തിക്കൊണ്ട് BSF എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇവരുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് മോണിറ്റർ ഫോർ പോസിബിൾ അറ്റാക്കാണ്. അവിടെ നേരത്തെ അത്രയും മിലിറ്ററി ടീംസ് ഉണ്ടായത് കൊണ്ടും എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, BSFനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ മോണിറ്റർ ഫോർ പോസിബിൾ അറ്റാക്സ്. അതുപോലെ തന്നെ അലാം ദ ആർമി. ഒരു അറ്റാക്കോ കാര്യങ്ങളോ അതിർത്തിയിൽ വരുന്ന സമയത്ത് നമ്മുടെ ആർമി എന്ത് ചെയ്യും, അലാം ചെയ്യുന്നതും ഈ ഒരു BSF തന്നെ ആയിരിക്കും. ഇനി ഇവരുടെ ടൂൾസ് നോക്കുന്ന നേരത്തൊന്ന് ബൈനോക്കുലർ ആയിരിക്കും. കാരണം മോണിറ്ററും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ നിന്ന് ആരെങ്കിലും അതിക്രമിച്ച് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് മേ ബി ബൈനോക്കുലർ ഉണ്ടാവും. അതുപോലെ തന്നെ ഇനി അഥവാ അങ്ങനൊരു അതിക്രമിച്ച് കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർമിയെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് വോക്കി ടോക്കിയും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. ഇതാണ് ഇവരുടെ ടൂൾസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, പക്ഷേ ഇവരുടെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് മേ ബി ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളും ഉണ്ടാവും. ദെൻ ഇതിൻ്റെ ഒരു പർപ്പസ്, ഇവരുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ഓഫ് പോസിബിൾ എനിമി അറ്റാക്സ് അല്ലേ. നമുക്ക് നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എനിമി അറ്റാക്കിനെ കുറച്ചും കൂടെ ഏർലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇനി അതിർത്തി ലംഘിച്ചുകൊണ്ട് അവർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, BSF അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആർമിയെ അലാം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റെഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഡാമേജസ് ഓഫ് ദ അറ്റാക്ക്. ഇനി ഒരു അറ്റാക്ക് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു അറ്റാക്ക് നമ്മൾ പോസിബിലിറ്റി കണ്ടുപിടിച്ചതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സജ്ജരായിട്ട് നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, മറിച്ച് ഒരു ആക്രമണം നടത്തുകയാണ് ചെയ്യുക. സോ ഈ ഒരു രീതിയിലായിരിക്കും ഇവരുടെ പർപ്പസ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മിലിറ്ററി വാറിനെയും സൈബർ വാറിനെയും എന്ത് ചെയ്യാം, കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മിലിറ്ററി ടീംസ് ഉണ്ട്. സോ ഈ മിലിറ്ററി ടീംസിനെ ഈക്വലായിട്ട് വരുന്നത് ആരാണ്? നമുക്ക് സൈബർ വാറിൽ വരുന്ന നേരത്ത് ഇവിടെ ആർമി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻഡ് പോയിൻറ്റ് സെക്യൂരിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർഫോഴ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ നേവി വരുന്നുണ്ട്, വൾനറബിലിറ്റി അസസ്മെൻറ്റ് വരുന്നുണ്ട്. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമ്പിൾ എടുത്തിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. മിലിറ്ററി ടീംസിന് ഇത്രയും അധികം ടൂൾസ് ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഗണ്ണുണ്ട്, അതുപോലെ തന്നെ ഫ്ലൈയിങ് ജെറ്റ്സ് ഉണ്ട്, പിന്നെ അതുപോലെ ബാറ്റിൽ ഷിപ്പ് ഉണ്ട്. ഇനി നമ്മുടെ സൈബർ വാറിൽ വരുന്ന ടൂൾസും കാര്യങ്ങളും നോക്കുന്ന നേരത്തെ എന്താണ്, എൻഡ് പോയിൻറ്റ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, വൾനറബിലിറ്റി അസസ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ ടൂൾസ് വേണം, ഇത്രത്തോളം വരുന്ന ടൂൾസ് ഉണ്ട്. എൻഡ് പോയിൻറ്റ് സെക്യൂരിറ്റി കാണുന്ന ആൻറ്റിവൈറസ് ഉണ്ട്, HIPS ഉണ്ട്, അതുപോലെ തന്നെ EDR, DLP. നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിലേക്ക് വരുന്നിടത്ത് ഫയർവാൾ, IPS, WAF, DDoS, അതുപോലെ തന്നെ വൾനറബിലിറ്റി അസസ്മെൻറ്റിന് VS സ്കാനേഴ്സ്. ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഒരു ഡൗട്ട് ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമുക്കിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാം. വരും വീഡിയോകൾ നമ്മളത് പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളുണ്ടായി. ഇനി ആര് വരും, നമ്മുടെ BSF വരുന്നുണ്ട് അല്ലേ. BSFന് ഈക്വലാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ സൈബർ വാറിലേക്ക് വരുന്നത്. മിലിറ്ററി വാറിൽ നമ്മുടെ BSF ഉണ്ടെന്നുണ്ടെങ്കിൽ സൈബർ വാറിൽ ആര് വരും, സോക്ക് വരും അല്ലേ. ഏർലി ഡിറ്റക്റ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്ക് നോക്കാം. ഇനി ഇവരുടെ ടൂൾസ് എന്ന് പറയുന്നത്, BSFൻ്റെ ടൂൾസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോക്കി ടോക്കി ബേസിക് ടൂൾസാണ്. ഇത് മാത്രമല്ല, ഇതിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളും BSF യൂസ് ചെയ്യുന്നുണ്ട്. അല്ല എന്നല്ല പറയുന്നത്, നമ്മൾ ബേസിക്കലി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ബൈനോക്കുലറും പിന്നെ അതുപോലെ തന്നെ ഒരു വോക്കി ടോക്കി എടുത്തു. ഇനി സോക്കിൻ്റെ ടൂൾസ് വരുന്ന സമയത്ത് സിം വരുന്നുണ്ട്, SOAR വരുന്നുണ്ട്, CTA വരുന്നുണ്ട്. ഓക്കെ, സൈബർ ത്രെറ്റ് ഇൻ്റലിജൻസ് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കമ്പയർ ചെയ്ത് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ആവശ്യകത മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു എക്സാമ്പിൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് സോക്ക് എന്നുള്ള കാര്യം നോക്കാം. വാട്ട് ഈസ് സോക്ക്? സോക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BSFനെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ലൈൻ ഓഫ് സൈബർ ഡിഫെൻസ് അല്ലേ. സൈബർ ഡിഫെൻസിലെ ഒരു ഫസ്റ്റ് ലൈൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോക്കിനെ പറയാം. അതുപോലെ തന്നെ ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ സെക്യൂരിറ്റി. ഒരു ഓർഗനൈസേഷൻ സെക്യൂരിറ്റിയിൽ കണ്ണും കാതുമായിട്ട് നമുക്ക് ആരെ കണക്കാക്കാം, നമ്മുടെ ഈ ഒരു സോക്കിനെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇവരുടെ ഒരു റോൾസ് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റെസ്പോൺസ് ടു സൈബർ ത്രെഡ്സിനോട് എന്ത് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു അറ്റാക്കോ കാര്യങ്ങൾ വരുന്നുണ്ട് മോണിറ്റർ ചെയ്യുക. ഇനി അങ്ങനെ ഉണ്ട് തന്നെ അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം.
അതുപോലെ തന്നെ ഈ സൈബർ ത്രെഡ്സിനോട് റെസ്പോൺസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സോക്കിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, ബേസിക്കലി സോക്കിൻ്റെ. ഇനി എന്താണ് സോക്ക് ടീം ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. നിങ്ങളൊരു IT പ്രൊഫഷണലാണോ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഫെറ്റില ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിങ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ. അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടും. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. മോണിറ്റർ ഫോർ അലേർട്സ് ഫ്രം സിം അല്ലേ. സിം എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്, അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഈ സിമ്മിലേക്ക് വരുന്ന അലേർട്ട്, ഈ അലേർട്ടിന് എന്ത് ചെയ്യുക, മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സോക്ക് അനലിസ്റ്റ് അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിമ്മ് എന്ത് ചെയ്യാം, മോണിറ്റർ ചെയ്തുകൊണ്ട് അലേർട്ട് വല്ലതും വരുന്നുണ്ടോ. അങ്ങനെ അലേർട്ട് വന്നു കഴിഞ്ഞാൽ ആ അലേർട്ടിനെ അനലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഡിസൈഡ് ഈഫ് ലെജിറ്റിമേറ്റ് ഓർ ബാഡ്, ലെജിറ്റിമേറ്റ് ആണോ ബാഡ് ആണോ എന്നുള്ള കാര്യം നോക്കും. ഇനി ഈഫ് ലെജിറ്റിമേറ്റ് ഇഗ്നോർ ദ അലേർട്ട് അല്ലേ. ലെജിറ്റിമേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു അലേർട്ട് ഫേക്ക് അലേർട്ടിനെ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ബാഡായിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു അലേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ബാഡ് റിപ്പോർട്ട് ദ ടീംസ് ഫോർ ദ കറക്റ്റീവ് ആക്ഷൻസ്, കറക്റ്റീവായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടീമിനോട് എന്ത് ചെയ്യും, റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഹെൽപ്പ് ദ ടീം ഇൻ സ്റ്റോപ്പിംഗ് ദ ബാഡ് ആക്ടിവിറ്റി. ആ ബാഡ് ആക്ടിവിറ്റി തടയുന്നതിന് വേണ്ടി എന്ത് ചെയ്യും, ആ മറ്റുള്ള ടീമായിട്ട് എന്ത് ചെയ്യും, അവരായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് ഈ ഒരു ബാഡ് ആക്ടിവിറ്റീനെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോക്കിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള പാർട്ടിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഓൾ.